1000 million generation. പട്ടിച്ചന്തയ്ക്ക് വന്ന പോലെ. ഹലോ ഗൈസ്, അങ്ങനെ ഈദ് ഹോളിഡേയ്സ് പ്രമാണിച്ച് നേരെ കൂടുകിടക്കൊക്കെ എടുത്ത് ഫുജേറയിലേക്ക് വിട്ടു ഗൈസ്. അവിടെ ചെന്നപ്പോൾ രാത്രി ചേച്ചിൻ്റെ ചേട്ടായിൻ്റെ വക ചെറിയൊരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നിച്ചായൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ, അപ്പോൾ ചെറിയൊരു കേക്ക് കട്ടിങ്ങും ചെറിയൊരു ബ്ലാസ്റ്റൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം അങ്ങ് പോയി. പിറ്റേ ദിവസം രാവിലെ കുളിച്ചൊരുങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മളെല്ലാവരും കൂടെ നേരെ ഷാർജയ്ക്ക് വിട്ടു. ഞങ്ങളങ്ങനെ ഷാർജ അക്വേറിയത്തിൽ വന്നതാണ്. പക്ഷേ പട്ടിച്ചന്തയ്ക്ക് വന്ന പോലെ ഇതിവിടെ ഒഴിവാണ്. ഈ പടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പ്ലാൻ അങ്ങനെ അക്വേറിയം ക്ലോസ് ആയ സ്ഥിതിക്ക് എന്തായാലും ഉള്ളിൽ കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും വന്നതല്ലേ, അവിടെ ഇവിടെയൊക്കെ പോയി ഞങ്ങൾ ഇരുന്ന് നിന്നും കിടന്ന് നടന്നൊക്കെ മാക്സിമം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോഴേക്കും എല്ലാവർക്കും വിശപ്പിൻ്റെ വിളിയും വന്നു, ലഞ്ച് ടൈം ആയി. പിന്നെ നേരെ നമ്മൾ ലുലുവിലേക്ക് പോയി. അവിടെ റെസ്റ്റോറൻറ്റിൽ ചെന്നപ്പോൾ അതാണ്ട് കിടക്കണം, വൻ തിരക്ക്. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും ഫുഡൊക്കെ കിട്ടി. ഫുഡെല്ലാം കഴിച്ച് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി കേട്ടോ. ഇതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേസ്, എന്താണെന്നറിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. മിക്കവാറും ഫാമിലീൻ്റെ കൂടെ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ, ഞാൻ മറന്നുപോകും. മേ ബി ഫാമിലി ടൈം എൻജോയ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. ഫുഡൊക്കെ കഴിച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരമായി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ശരവണ ഭവനിൽ കയറി നല്ലൊരു ചായയും ഒക്കെ പാസ്സാക്കിയിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ അജ്മാനിലുള്ള ഫെസ്റ്റിവൽ ലാൻഡിലേക്ക് പോയി. നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നേ. പിന്നെ അവിടെ ചെന്ന് കളിയായി ചിരിയായി ആകെ മൊത്തം ബഹളം ബിസിയായി. പിള്ളേർക്ക് കോൾ അടിച്ചു എന്ന് പറഞ്ഞാൽ മതി. നമ്മളിവിടെ ഓൾറെഡി ഞാൻ വെച്ചാൽ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ അന്നേരം കുറച്ചും കൂടെ കൂടുതൽ ഏരിയ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് അത്രയും ഏരിയ ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. എന്തായാലും നമ്മൾ അന്ന് വന്നത് രാത്രിക്കായിരുന്നു. കുറച്ചും കൂടെ രാത്രി ആയാലാണ് കുറച്ചും കൂടെ രസം, കാണാനൊക്കെ രസം. എന്തായാലും അവിടെ കയറി കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്ത് പിള്ളേരൊക്കെ കളിച്ച് തിമർത്ത് അങ്ങനെ കളിയും ശരിയെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ നേരം നമ്മളൊരു ബൊമ്മച്ചേട്ടനെ കണ്ടു. പിന്നെ പുള്ളിനോടും കുറച്ചു നേരം കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു.
അങ്ങനെ അവിടെ നമ്മൾ നേരെ അജ്മാൻ സിറ്റി സെൻറ്ററിലേക്ക് എത്തി. അവിടെ നിന്ന് നമ്മൾ എല്ലാവരും കൂടി ഡിന്നറൊക്കെ കഴിച്ച് നേരെ ഫുജേറയ്ക്ക് വെച്ച് പിടിച്ചു. ഇനിയാണ് കഥ തുടങ്ങാൻ പോകുന്നത്. മിസൈൽ ത്രെഡ് ഉള്ളത് കൊണ്ട് റാഷിദിയ അജ്മാൻ ഏരിയയിൽ GPS സ്പൂഫിംഗ് ആയിരുന്നു ഗൈസ്. ബട്ട് അത് നമുക്കറിയില്ലായിരുന്നു. GPS സിഗ്നൽ ഇല്ലാണ്ട് പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ആരും സഞ്ചരിക്കാത്ത പല പല വഴികളിലൂടെ സഞ്ചരിച്ച അവസാനം എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതിലും നേരത്തെ ഫുജേറയിലെത്തി. റാഷിദിയ അജ്മാൻ ദുബായ് ഏരിയയിൽ പോകുന്നവരൊന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഞങ്ങൾ തിരിച്ച് ഫുജറയിൽ എത്തിയിരിക്കുകയാണ്. വിചാരിച്ചതിലും നേരത്തെ ഫുജേറയിൽ എത്തിയതിൻ്റെ ഉത്സാഹത്തിൽ ചേട്ടൻ്റെ സൈൻ ഓഫ് ആയിരുന്നു അത്. അപ്പം എന്തായാലും അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.